ഗുഡ് മോർണിംഗ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ എത്രത്തോളം എടുക്കാൻ പറ്റും, വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ രാവിലെ ഒരു 5:45, 6 ഒക്കെ ആകുമ്പോഴത്തേക്കും എണീക്കണം. രാവിലെ ഓഫീസിൽ പോകണം. എനിക്ക് കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. സോ അങ്ങനെ മോർണിംഗ് ഒരു 6 ഒക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു ബാൽക്കണിയിൽ അവിടെ ഇരുന്ന് ബാൽക്കണിയിൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ തന്നെ അങ്ങ് കൂടും. പിന്നെ രാവിലെ ആയതുകൊണ്ട് എണീക്കാൻ നല്ലോണം മടിയുണ്ട്. രാത്രിയാണെങ്കിൽ ഒട്ടും ഉറക്കം വരത്തില്ല, രാത്രി ഉറങ്ങുമില്ല. രാവിലെ ആണെങ്കിൽ എണീക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്താൽ പറ്റും, പോണമല്ലോ എന്ന് കരുതി എഴുന്നേൽക്കുന്നതാണ് രാവിലെ. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ വേറെന്താ പരിപാടി, പോയി കുളിക്കുക, പല്ലിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. പിന്നെ പോയി കുളിച്ചു ഫ്രഷായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു പൂജാ റൂമുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ അവിടുത്തെ കുറച്ച് നമ്മുടെ ബാൽക്കണിയുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകും. രാവിലെ നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ കാണാനൊക്കെ. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ രാവിലെ ജോഗിങ്ങിനൊക്കെ പോവും. നമ്മൾ പിന്നെ രാവിലെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ് രാവിലെ. പിന്നെ രാവിലെ തിരക്കായിരിക്കും. സോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് കുറച്ച് വീഡിയോ മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇന്ന് എന്തായാലും ബീട്രൂട്ട് ഇരിപ്പുണ്ട്. സോ അപ്പം ബീട്രൂട്ടും എഗ്ഗും കൂടെ വെച്ചിട്ടൊരു ബീട്രൂട്ട് എഗ് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ എനിക്ക് ഇങ്ങനെ ബീട്രൂട്ട് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമാണ്, എന്നാലും അത്രയ്ക്ക് ഇങ്ങോട്ട് പോരാ. സോ അപ്പം ഞാൻ വിചാരിച്ചു എഗ്ഗും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കാം, അപ്പോൾ കുറച്ചുകൂടെ കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ അത് പ്രിപ്പയർ ചെയ്തു. സോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. സോ ബീട്രൂട്ട് എഗ് തോരൻ, പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കനും പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ലഞ്ച് റെഡിയായി. പിന്നെ ഉച്ചയ്ക്ക് 2:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ലഞ്ച് അത് വിടാൻ പറ്റില്ലല്ലോ, അത് ഞങ്ങൾ അങ്ങ് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. പിന്നെ ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ 4-4:30 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ബാൽക്കണിയുടെ അവിടെയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല കാറ്റും ഉണ്ട്. ആ ഈവനിങ് ടൈം അവിടെ സ്പെൻഡ് ചെയ്യും ഞങ്ങൾ കുറച്ച് നേരം. പിന്നെ പോയി ചായയുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ചായയൊക്കെ ഇട്ട് വന്നിട്ട് എന്ത് രസമല്ലേ ആ ബാൽക്കണിയിൽ കാറ്റൊക്കെ കൊണ്ട് നല്ല ചൂട് ചായ കുടിച്ചിരിക്കാൻ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ തന്നെ അങ്ങ് സ്പെൻഡ് ചെയ്യും. പിന്നെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങൾ അവിടെ തന്നെ അങ്ങ് കൂടും കുറേ നേരം. പിന്നെ നല്ല രസമല്ലേ ഈവനിങ് ഇങ്ങനെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞങ്ങ് കൂടെ. പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്കും ചേട്ടൻ 1 അവർ പിന്നെയും ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും. സോ അപ്പോൾ പിന്നെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോവും. ടാറ്റാ. പിന്നെ ഞങ്ങൾ നേരെ ജിമ്മിലേക്ക് വിട്ടു. ഇവിടെ സ്റ്റേഷനകത്ത് തന്നെയാണ് ജിമ്മൊക്കെ. അപ്പോൾ ചേട്ടൻ നേരത്തെ പോവായിരുന്നു. ഞാനും കൂടെ കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും കുറച്ച് ദിവസമായി പോയി തുടങ്ങിയിട്ട്. എന്താവുമെന്ന് അറിയില്ല, നോക്കാം, എന്തായാലും പോയി നോക്കാം എന്ന് കരുതി എൻ്റെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അങ്ങനെ ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല. പിന്നെ കുറച്ച് വാമപ്പ് എക്സസൈസൊക്കെ ചെയ്തു. പിന്നെ അവിടെയുള്ള കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതങ്ങനെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ പിന്നെ ക്വാർട്ടറിലേക്ക് പോവാം. ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ ഡിന്നറിനുള്ള പ്രിപ്പറേഷനാണ്. പിന്നെ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് മാഗി ഇരിപ്പുണ്ട്. സോ അപ്പോൾ എന്നും മാഗി ഒരേപോലെ ഉണ്ടാക്കുന്നത്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങളൊരു വെറൈറ്റി രീതിയിലുള്ള മാഗി ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഫ്രീ ആണ് ഞങ്ങൾ. പിന്നെ കുറച്ച് സ്കിൻ കെയറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം അതങ്ങനെ പോവും. സ്കിൻ കെയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫോണിലായിരിക്കും. പിന്നെ ചേട്ടൻ ഒറ്റയ്ക്കിരുന്ന് ഫോൺ കളിക്കുകയാണെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ പോയി ഇങ്ങനെ ശല്യപ്പെടുത്തും. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ സിനിമ കാണും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അങ്ങ് കൂടും. പിന്നെ അങ്ങ് ഉറങ്ങും. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ബൈ ബൈ.